ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു യാത്രയിലാണ്. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ബലിയിടാൻ വേണ്ടിയിട്ടാണ്. അന്നമ്മനയുടെ മണപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു, ആണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഡിസംബറിലായിരുന്നു ആണ്ട്. അപ്പം ഞാൻ കരുതിയിരുന്നത് ഈ ബലി ഇടണ്ട, ആണ്ടിന് ബലി ഇട്ടതല്ലേ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എൻ്റെ വല്യച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ ശിവരാത്രി ബലി എന്തായാലും ഇടണം മോളെ എന്ന് പറഞ്ഞു. ഒരു പ്രത്യേകതയാണ് ആ ബലിക്ക് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരിക്കലൊക്കെ എടുത്തു. പിറ്റേ ദിവസം ബലി ഇടാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടി അന്നമ്മനയുടെ മണപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അമ്മ അച്ഛനും മരിച്ചിട്ട് ചേട്ടൻ ആണ്ട് ബലിക്ക് മാത്രമാണ് ബലി ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കും കൂടി വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ ഓർത്തിട്ടോ എൻ്റെ വിഷമം കണ്ടിട്ടോ എന്തോ ചേട്ടനും ഒരിക്കലെടുത്തു എൻ്റെ ഒപ്പം ഒരുമിച്ച് ബലി ഇടാമെന്ന് പറഞ്ഞു. വാക്കുകൾ നന്നായി ഇടറുണ്ട്. കാരണം എൻ്റെ അമ്മ നമ്മൾ ഒരു അസുഖം വന്ന് കിടന്നൊരു വ്യക്തിയാണെന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം പോണെന്ന് പോലും പറയാണ്ട് പോയ ഒരാളാണ് എൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ മണപ്പുറത്തെത്തി, ബലിയൊക്കെ ഇട്ടു. വീടിനടുത്തുള്ള തന്നെ രതീഷ് ശാന്തിൻ്റെ അടുത്താണ് ബലി ഇട്ടത്. അപ്പോൾ ഒന്നും കൂടി മനസ്സിനൊരു സംതൃപ്തിയൊക്കെ ഉണ്ടായി. അങ്ങനെ ബലിയൊക്കെ ഇട്ടു. ബലിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പിടിച്ച വീഡിയോ ആണ്. ഒരുപാട് ശാന്തിമാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുവിധം കഴിയാറായി. കാരണം ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ടാണ് ബലിയൊക്കെ ഇടാൻ വേണ്ടി പോയത്. അന്നമ്മനയുടെ മണപ്പുറമാണ് ഈ കാണുന്നത്. ആളുകൾ അച്ഛനും അമ്മയ്ക്കും കാരണവന്മാർക്കും വേണ്ടിയിട്ട് ബലിയിട്ട ബലികളാണ് ഈ കാണുന്നതൊക്കെ. കുട്ടിക്കാലത്ത് അമ്മ ബലിയിടാൻ പോകുമ്പോൾ അമ്മ ആലുവ മണപ്പുറത്താണ് ബലിയിടാൻ പോവുക. ബലിയിടാൻ പോയി തിരിച്ച് വരുമ്പോൾ അമ്മ പൊരി, നുറുക്ക്, എനിക്കിഷ്ടപ്പെട്ട നുറുക്ക്, ഈന്തപ്പഴം, അലുവ ഇതൊക്കെ അമ്മ വാങ്ങിക്കൊണ്ടിരും. വള, മാല എല്ലാം വാങ്ങിക്കൊണ്ടിരും. അപ്പോൾ അമ്മ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ നിൽക്കുക. അങ്ങനെ ഞാൻ വിഷമിച്ച് നിന്നപ്പോൾ ചേട്ടൻ എനിക്കൊരു കമ്മലൊക്കെ വാങ്ങി തന്നു. ഇതാണ് അന്നമ്മനയുടെ മണപ്പുറത്ത്. കുറച്ച് കച്ചവടക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം. പിന്നെ കുറച്ച് അരിനുറുക്ക്, എനിക്കത് ഇഷ്ടമാണ്, അതും വാങ്ങി. പിന്നെ ഈന്തപ്പഴം വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാന്ന് തീരുമാനിച്ചു. കാരണം അവിടെ നിൽക്കുന്തോറും എനിക്ക് ഭയങ്കര സങ്കടം കൂടിക്കൂടി വരികയായിരുന്നു. കുട്ടിക്കാലത്തെ ഓരോരോ ഓർമ്മകളും ഒക്കെ ആയിരുന്നു. ചോളം വറുത്ത് കഴിഞ്ഞിട്ടുള്ള പൊടികളും മണികളൊക്കെയാണ് അത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് തിരിച്ച് പോന്ന് പോരുന്ന വഴിക്ക് ഞങ്ങൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഡോക്ടർ, ഞങ്ങളുടെ ഹോമിയോ ഡോക്ടർ, സുനിച്ചേട്ടൻ്റെ വീട്ടിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരണത്. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു മരണമുണ്ട് കറുകുറ്റിയിൽ. ആ മരണത്തിനും പോകണം. ബലിയിട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും എന്താ